والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ ഉപകാരമായ അനുഗ്രഹത്താൽ നമുക്കൊരു ദിവസം കൂടി, മനോഹരമായ ഒരു ദിവസം കൂടി അള്ളാഹു കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുകയാണ്. ഓരോ നിമിഷവും ഏറ്റവും വിലപിടിപ്പുള്ളതാണെന്നും നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്തതാണെന്നും നമുക്കറിയാം. പിന്നെ ഓരോ നിമിഷവും നമ്മളെങ്ങനെ ഖബറിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അത്തരത്തിലുള്ള ഒരു ബോധവും കാഴ്ചപ്പാടും ഉള്ളത് കൊണ്ടാണ് വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് നമ്മുടെ പാരത്രിക മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കരുതൽ ധനം എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിലൂടെ മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ശ്രമം. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഒരുപാട് പേര് കിടക്കുകയോ ഉറങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലൊക്കെയെന്ന് തോന്നുന്നുണ്ട്. കുറച്ചും കൂടിയൊക്കെ കഴിയുമ്പോഴാണ് ആളുകൾ എത്തുന്നത്. ഇപ്പൊ ഒരു 43 പേരെ ആയിട്ടുള്ളൂ. എന്നാലും അൽഹംദുലില്ലാ 43 പേര് കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നമ്മള് 178 വരെയാണ് എടുത്തത്. പിന്നെ ആർക്കാണോ അള്ളാഹു മാർഗദർശനം നൽകുന്നത് അവരാണ് ശരിക്കും ആ മാർഗദർശനം പിന്നെ കിട്ടുകയും നൽകുകയും ചെയ്യുന്നത്. പഠിച്ചവനാണ്, കിട്ടുന്നത് അവനാണെന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവിലാണ് നമ്മൾ നിർത്തിയത്. ശേഷം അള്ളാഹു അതിനോടനുബന്ധിച്ച് പറഞ്ഞത്, ആരെങ്കിലും പിഴയ്ക്കുന്നുവെങ്കിൽ, അള്ളാഹു പിഴപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിഴയ്ക്കാൻ ഒരാൾ റെഡിയായിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, അയാൾ പിഴയ്ക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പിഴയ്ക്കാനുള്ള ഒരു സൗകര്യം അള്ളാഹു ചെയ്തു കൊടുക്കും, കഴിച്ചോട്ടെ. അല്ലാതെ അള്ളാഹു കാണിച്ചു കൊടുക്കാതെയല്ല, അവൻ തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെയാണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, പക്ഷെ അവരപ്പം നഷ്ടക്കാരായി തീരും എന്നുകൂടെ അള്ളാഹു പറഞ്ഞു വെച്ചു. അപ്പൊ നമ്മൾ പറയാറുള്ളത് പോലെ, കവി പറഞ്ഞതുപോലെ, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. എനിക്ക് സ്വർഗം വേണോ ഞാൻ അധ്വാനിക്കണം, എനിക്ക് നരകം വേണോ ഞാൻ അധ്വാനിക്കണം. എനിക്ക് സ്വർഗം വേണോ അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും റസൂലിന്റെ മാതൃകകളും ഞാൻ പിൻപറ്റണം. എനിക്ക് നരകം വേണോ, വളരെ ഈസി എന്ന് പറഞ്ഞാല് ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞും തള്ളിക്കളഞ്ഞും തൻ്റെതായ തന്നിഷ്ടത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ അത് അവൻ സ്വയം തെരഞ്ഞെടുത്തൊരു വഴിയാണ്. അതുകൊണ്ട് അള്ളാഹു പിഴപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹു പിഴയ്ക്കാതിരിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ കാണിച്ചു തന്നിട്ട് സ്വയം പിഴവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ പിന്നെ എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റൂലല്ലോ. അതാണ് ഇവിടെ അങ്ങനെയുള്ള ആളുകൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്ന് പറഞ്ഞു. ഇനി അത്തരത്തിലുള്ള പിഴവിലേക്ക് വരാനുള്ളൊരു പ്രധാന കാരണം എന്താണ് എന്നാണ് അള്ളാഹു അടുത്ത ആയത്തിൽ പഠിപ്പിക്കുന്നത്. വെറുതെ അങ്ങോട്ട് പിഴയ്ക്കണതല്ല. പിഴയ്ക്കാതിരിക്കാനുള്ള ഏറ്റവും ശക്തമായ ചില മാനദണ്ഡങ്ങളെ അവഗണിക്കുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുമ്പോൾ പിഴയ്ക്കുകയല്ലാതെ നിവൃത്തിയില്ല എന്നതാണ് വരുന്നത്. അപ്പൊ എന്താണതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ. 179 തുടങ്ങിയിട്ടാണ് നമുക്കിന്ന് എടുക്കേണ്ടത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ وذروا الذين يلحدون في أسمائه سيجزون ما كانوا يعملون. وممن خلقنا أمة يهدون بالحق وبه يعدلون.
181 വരെ. നൂറ്റി 179 ആയത്തിൽ അള്ളാഹു പറയുന്നത് വലഖദ്, തീർച്ചയായും. ആ വലഖദ് എന്നുള്ളതിന് ശരിക്കും ഇങ്ങനെ അള്ളാഹു ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ഒരു പ്രതീതിയാണ് കേട്ടോ. അതിന്റെ വാക്കുകളുടെ അർത്ഥത്തിൽ തന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ല എന്ന് മാത്രമാണെങ്കിൽ തീർച്ചയായും എന്നുള്ളൊരു അർത്ഥമാണ്. ഖദ് എന്ന് പറയുന്നതും തീർച്ചയായും എന്നുള്ള അർത്ഥമാണ്. ല എന്നത് അത് തന്നെ, അങ്ങനെ തന്നെ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പറയാറുള്ളത്. അപ്പോ അറബി ഭാഷയിൽ ഈ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശരിക്കും ശക്തമായ ഉറപ്പിക്കലുണ്ടല്ലോ, അതാണ്. എന്നിട്ട് അത് പറയുന്നത് വലഖദ് ദറഅനാ ലി ജഹന്നം, നാം എന്താണ് സൃഷ്ടിച്ചു അല്ലെങ്കിൽ തയ്യാറാക്കി, ഒരുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. ലി ജഹന്നം, നരകത്തിന് വേണ്ടിയിട്ട്. കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ധാരാളം പേരെ നരകത്തിന് വേണ്ടി അള്ളാഹു റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിന് കാരണങ്ങളുണ്ട്. ലഹും, അവർക്കുണ്ട്, ഖുലൂബുൻ, ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ആ ഹൃദയം കൊണ്ട് അവര് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല എന്നാണ്. വലഹും, അവർക്കുണ്ട്, അഅ്യുനുൻ, കണ്ണുകളുണ്ട്, ദൃഷ്ടികളുണ്ട്, ലാ യുബസിറൂന ബിഹാ, അതുകൊണ്ട് അവര് കണ്ടറിയുന്നില്ല, കണ്ട് മനസ്സിലാക്കുന്നില്ല. വലഹും, അവർക്കുണ്ട്, ആദാനുൻ, ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവര് കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ ശരിക്കും നാൽക്കാലികളെ പോലെയാണ്. ബൽ, എന്നാൽ ഹും, അവർ അവല്, ഏറ്റവും പഴിച്ചവരാണ്, അതിനേക്കാളും പഴിച്ചവരാണ്. ഉലൈക, അക്കൂട്ടർ, ഹുമുൽ ഗാഫിലൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധർ, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരാണ് അവർ എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും വളരെ ആളുകളെ, ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് അള്ളാഹു സൃഷ്ടിച്ച് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ നരകത്തിന് വേണ്ടിയിട്ട്, ഇപ്പൊ നരകം ഉണ്ട് എന്ന് നമുക്കറിയാം, സ്വർഗം ഉണ്ട് എന്നറിയാം. സ്വർഗം സുഹൃതവാന്മാർക്കുള്ളതാണെന്നും നരകം പാപികൾക്കുള്ളതാണെന്നും നമുക്കറിയാം. അപ്പോ ഇത് രണ്ടും അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. മനുഷ്യരെയും ജിന്ന് വർഗത്തെയും ഈ ലോകത്തിലെ പ്രബലമായ 2 വിഭാഗമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു. ഈ 2 വർഗത്തിനും ശരിക്കും കണ്ണുകളും ഉണ്ട്, കാതുകളും ഉണ്ട്, ഹൃദയവും ഉണ്ട്, ഒക്കെയുണ്ട്. ചെവികളും കണ്ണുകളും കൽബും ഒക്കെ ഉള്ളതാണ്. അപ്പോ നമ്മൾ ജിന്നുകളെ കണ്ടിട്ടില്ല, ജിന്നുകൾക്ക് നമ്മളെ കാണാനാകും. ജിന്നുകൾക്കും ഇതേപോലെ തന്നെ എല്ലാവിധ സവിശേഷമായ കഴിവുകളും കൊടുത്തു. ജിന്നുകളുടെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് എന്ന് സൂറ ജിന്നിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് പ്രബോധകനും പ്രവാചകനുമായിട്ട് അള്ളാഹു നിശ്ചയിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഏറ്റവും സവിശേഷമായ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അതേപോലെ തന്നെ ജിന്ന് വർഗത്തിന്, അതുകൊണ്ടാണല്ലോ ജിന്നുകൾ വിശുദ്ധ ഖുർആനിനെ കേട്ടപ്പോൾ അത്ഭുതകരമായ ഒരു ഗ്രന്ഥം, ഇന്ന സമിഅന ഖുർആനൻ അജബ എന്നാണ് അവർ പറഞ്ഞത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അവരുടെ ആ അത്യത്ഭുതം, അവര് ഈ കേട്ട അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിരുന്ന് ഖുർആൻ കേട്ടതിന് ശേഷം അവരവരുടെ ഗ്രൂപ്പുകളിൽ പോയിട്ട് പറഞ്ഞ പ്രസ്താവനകൾ, അല്ലെങ്കിൽ ജിന്ന് വർഗത്തിലേക്ക് അവർ ചെന്നിട്ട് പറഞ്ഞ പ്രസ്താവനകളൊക്കെയാണ് സൂറത്തുൽ ജിന്നിൽ അള്ളാഹു പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവര് ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന സദസ്സിൽ വന്നതും കേട്ടതും അതിനെ മനസ്സിലാക്കിയതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തതും ഒക്കെ. അപ്പൊ എന്തായാലും ഈ 2 കൂട്ടർക്കും അള്ളാഹു പറയുന്നത് അവർക്ക് ഹൃദയങ്ങൾ ഉണ്ട് എന്നാണ്. വലഖദ് ദറഇന, നാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ലി ജഹന്നം, നരകത്തിന് വേണ്ടി, കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഈ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും അത് ശരി, നരകത്തിന് വേണ്ടി കുറെ ആൾക്കാരെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചേക്കാണ്, പിന്നെ ഇപ്പൊ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം,
ആരൊക്കെയാണ് റെഡിയാക്കിയതെന്ന് നമുക്കറിയില്ലല്ലോ എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. നരകത്തിന് വേണ്ടി അള്ളാഹു ഒരുപാട് പേരെ സൃഷ്ടിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും നിഷ്കളങ്കരായിട്ട് സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുമ്പോൾ തന്നെ അള്ളാഹു ചോദിച്ചതിനെ കുറിച്ച് ഇതിന്റെ മുമ്പത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചപ്പോ മനുഷ്യ സമൂഹം എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചിട്ടുണ്ട്, ബല, പിന്നല്ലാതെ നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്നാണ്. ആ ഒരു സത്യപ്രസ്താവന അംഗീകരിച്ച് ഈ ലോകത്തെ ജീവിതം തുടങ്ങി വെച്ച മനുഷ്യൻ അവന്റെ ബുദ്ധിയും അവന്റെ കണ്ണിലൂടെയുള്ള കാഴ്ചപ്പുറത്ത് അവന് ലഭിക്കുന്ന ഒരുപാട് അറിവുകളും കേൾവിയിലൂടെ അവൻ സ്വരുക്കൂട്ടുന്ന ഒരുപാട് തിരിച്ചറിവുകളും ഒക്കെ മാറ്റിവെച്ച് അവന്റെ ബുദ്ധിയെ പണയം പെടുത്തി ഭൗതിക ജീവിതത്തിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ഇതുകൊണ്ടൊന്നും അവനൊരു ഗുണമില്ലല്ലോ. അള്ളാഹുവിനോട് പറഞ്ഞ വാക്കുകൾ അവൻ മറന്നും ചെയ്തു. അവന്റെ ജീവിതത്തിൽ അവൻ ബുദ്ധിപരമായ തിരിച്ചറിവുകളിലൂടെ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാതെ പോകുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് അവന്റെ മാത്രം കുറ്റമാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചുണ്ടാക്കി എന്ന് പറയുമ്പം അള്ളാഹു സൃഷ്ടിക്കുക മാത്രമല്ല, സംവിധാനിക്കുക മാത്രമല്ല, രൂപപ്പെടുത്തുക മാത്രമല്ല, അവന് വേണ്ട എല്ലാതും നൽകിയിട്ടുണ്ട്. ഭക്ഷണം നൽകിയതുപോലെ, വസ്ത്രം നൽകിയതുപോലെ, വായു നൽകിയതുപോലെ, വെളിച്ചം നൽകിയതുപോലെ. എന്താ നൽകാത്തത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ലാത്ത വിധത്തിൽ അത്രയും ഈ ലോകത്ത് ജീവിച്ച് വളർന്ന് പിന്നെ അവന്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ട സന്മാർഗവും വേദപുസ്തകവും പ്രവാചകന്മാരും മനസ്സിലാക്കാനുള്ള തിരിച്ചറിവും ബോധ്യവും ഒരു അവബോധം എന്ന നിലക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അതല്ലാതെ കണ്ടും കേട്ടും നേരെ ചൊവ്വെ പഠിക്കാനുള്ള ഒരുപാട് സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്, ഇതര ജീവജാലങ്ങൾക്കില്ലാത്തത്. അപ്പൊ തയ്യാറാക്കി എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെയാണ്? ഇതൊക്കെ നൽകിയിട്ട് ആ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്തു. ഈ സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അവനാണത് തെരഞ്ഞെടുത്തത്. ആ മാർഗത്തെ തെരഞ്ഞെടുത്ത അവന് പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. തിരിച്ചു കൊണ്ടുവരാനും രക്ഷപ്പെടുത്താനുമുള്ള എല്ലാ പഴുതുകളും എല്ലാ അവസരങ്ങളും അള്ളാഹു അപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അറ്റം വരെ ഒരു അവസരം തന്നു. പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ. അനബിന ഇലയ്യ, ഞങ്ങൾ നിന്നിലേക്കാണ് ഖേദിച്ചു മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഖേദം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ട് പോലും അള്ളാഹു ആകാശമൊട്ട് നിങ്ങൾ തെറ്റ് ചെയ്താലും ഞാൻ പുറത്തു തരാം, ഭൂമി നിറയെ നിങ്ങൾ തെറ്റ് ചെയ്താലും ഞാൻ പുറത്തു തരാം എന്ന പ്രതീക്ഷയുടെ വാക്കുകൾ നൽകിയിട്ട് അള്ളാഹു കാത്തിരിക്കുന്നുവെങ്കിൽ എന്നിട്ടും മനുഷ്യൻ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ അവൻ സ്വയം തെരഞ്ഞെടുക്കുന്നതല്ലേ നരകം. അതാണ്. അപ്പൊ പിന്നെ അതിനു വേണ്ടിയിട്ട് അവനെ അങ്ങോട്ട് റെഡിയാക്കി എന്നുള്ളതാണ്. അതിനു വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കൂട്ടം ആളുകളെ നരകത്തിന് വേണ്ടിയും ഒരു കൂട്ടം ആളുകളെ സ്വർഗത്തിന് വേണ്ടിയും അള്ളാഹു ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. നമുക്കതിൽ പിന്നെ ഒന്നും ചെയ്യാനാവില്ല എന്നതല്ല, നമുക്ക് സ്വർഗം തന്നെ ലഭിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനവും ഇഷ്ടവും ആഗ്രഹവും. തെറ്റിപ്പോകരുതേ എന്നതാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ. അള്ളാഹു അത്രമേൽ ദയാലുവാണ്, അത്രമേൽ കാരുണ്യവാനാണ്. അങ്ങനത്തെ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ എന്റെ അടിമകൾ തെറ്റിപ്പോകരുത്, അവർക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്, അവരുടെ ശത്രുവിനെ കുറിച്ച് ശത്രുവാണവൻ, നിങ്ങൾ അവനെ കരുതിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മൾ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ പിന്നെ ആ വഴിയിലേക്ക് തന്നെ പോവുക, അവിടെ തന്നെ ചെന്നെത്തുക എന്നതല്ലാതെ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് അള്ളാഹുവിന്റെ നീതിയാണ്, മറ്റുള്ളവരോട് കാണിക്കുന്ന നീതിയാണ്. തെറ്റ് ചെയ്യുന്നവരും തെറ്റ് ചെയ്യാത്തവരുമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ തെറ്റ് ചെയ്തവരെയും അള്ളാഹു സ്വർഗത്തിലേക്ക് ആക്കുന്നുവെങ്കിൽ തെറ്റ് ചെയ്യാത്തവരോടുള്ള കടുത്ത അനീതിയാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു അനീതിക്ക് കൂട്ടുനിൽക്കൂല പടച്ചോൻ. പടച്ച തമ്പുരാൻ അത്രമേൽ നീതിമാനാണ്. അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധി വെച്ച് എന്താണോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാനും, എന്തൊക്കെ ചെയ്യരുതെന്ന് അള്ളാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എല്ലാ കാലത്തെ ജനസമൂഹത്തോടും അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ് എല്ലാ കാലത്തും അള്ളാഹു പറയാനുള്ളത്. അത് ചെയ്യാതിരിക്കാനും നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് സാധ്യമാകുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് പേടിക്കാനില്ല. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അള്ളാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും ധാരാളം ആളുകൾ എന്നാണ്. ഇതൊക്കെ നമ്മളെ പേടിപ്പെടുത്തേണ്ട വസ്തുതയാണ്. പഠിച്ചോനെ പെട്ടുപോകുമോ, ഒരുപാട് ആളുകൾ അങ്ങനെയാണല്ലോ എന്നത്. പക്ഷെ എന്ത് വേണം, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നത് എന്നുള്ള പറയുന്നത് ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ഗ്രഹിച്ചു മനസ്സിലാക്കണില്ല. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ തലയാണ് ബുദ്ധിയുടെ കേന്ദ്രമായിട്ട്, തലച്ചോറും അതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ പ്രസ്താവിക്കാറുള്ളത്. ഖുർആൻ എപ്പോഴും പറയുന്നത് കാര്യങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കുന്ന ഇത് ഹൃദയവുമായിട്ടാണ് അള്ളാഹു ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹ് പറയുന്നത് ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്. നാൽക്കാലികൾക്ക് ഹൃദയങ്ങളില്ലേ? ഉണ്ട്. നാൽക്കാലികൾക്ക് കണ്ണ് കാണൂലേ? ഉണ്ട്. നാൽക്കാലികൾക്ക് ചെവി കേൾക്കൂലേ? ഉണ്ട്. പക്ഷേ നമ്മളെ പോലെ കാര്യങ്ങൾ ഗ്രഹിച്ച് ഭൗതികമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അതുങ്ങൾക്കും ഉണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ വലിയ കണ്ണാണ്, നമ്മളെക്കാൾ വലിയ ചെവിയാണ്, നമ്മളെക്കാൾ വലിയ നാവാണ്, നമ്മളെക്കാൾ വലിയ ഹൃദയവുമാണ്. പക്ഷേ അവയ്ക്ക് വിവേചന ശക്തിയോ തിരിച്ചറിവോ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളോ ഒന്നുമില്ല. ബുദ്ധിപരമായ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലൊന്നും ആവൂലല്ലോ. എത്രമേൽ നിസ്സാരനായ മനുഷ്യനാണ് എത്രമേൽ വലിയ മൃഗത്തെ മെരുക്കിക്കൊണ്ട് നടക്കുന്നത്. അത് അതിന് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. അതിനെങ്ങാനും ബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ, തിരിച്ചറിവ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതിനെ തിരിച്ചടിക്കാൻ പാകത്തിലുള്ള അതിക്രമങ്ങളൊക്കെ മനുഷ്യന്മാര് ചെയ്യണമുണ്ട്. അപ്പോ ആ ബുദ്ധിയും ആ ഹൃദയവും ആ കാഴ്ചയും ആ കേൾവിയും ആ സംസാരവും കൊണ്ടൊന്നും കാര്യങ്ങളെ വ്യവച്ഛേദിച്ചറിയാനോ മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ അതുങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇതേപോലെ ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല, പഠിച്ച് പാഠങ്ങളെ ഉൾക്കൊള്ളുന്നില്ല, അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കണ്ടറിഞ്ഞിട്ട്, മനുഷ്യന്റെ അറിവിന്റെ 80% കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതൊന്നും അവന് ഉപയോഗപ്പെടുത്തണില്ല. കാണരുതാത്ത പലതും കാണുകയും കാണേണ്ട പലതും കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്ത് അവനെങ്ങനെയാണ് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്? അവനെങ്ങനെയാണ് തിരിച്ചറിവും ബോധ്യങ്ങളും ഉണ്ടാകുന്നത്? കാണുകയും നോക്കുകയും ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ അഫലാ യൻദുറൂന എന്ന് പറയുന്നുണ്ട്. അത് വെറുതെ ഒരു നോട്ടല്ല. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇല സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹു. ഭൂമിയെ പരത്തി വിധാനിച്ചതും പർവ്വതങ്ങളെ നാട്ടി നിർത്തിയതും ആകാശത്തെ മേൽപ്പുരയാക്കിയതും അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യം. നിങ്ങൾ ഇതൊന്നും ചിന്തിച്ച് നോക്കണില്ലേ എന്നാണ്. വെറുതെ ഇങ്ങനെ അഫ്ലാ യൻദുറൂന എന്ന് പറഞ്ഞാൽ നളറ, നോക്കി എന്നതാണ്. പക്ഷെ ആ വാക്കിന്റെ ഉള്ളില് നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കണില്ലേ? ആരാണ് ആകാശത്തെ തൂണുകളില്ലാതെ ഉയർത്തി വെച്ചിരിക്കുന്നത്? ആരാണ് ഉരുണ്ട ഭൂമിയെ പരന്ന വിധം മനുഷ്യന് ജീവിക്കാനും ജീവജാലങ്ങൾക്ക് മൊത്തം ഉപയോഗപ്പെടുത്താനും ഒരു തൊട്ടിലെന്ന വണ്ണം അള്ളാഹു ഈ സംവിധാനിച്ചിരിക്കുന്നത്? ആരാണ് ഈ ഉരുണ്ട ഭൂമി മറിഞ്ഞു പോകാതിരിക്കാൻ പർവ്വതങ്ങളെ നാട്ടി നിർത്തിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിന്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെ കണ്ടെത്താനാകുന്നില്ല? ഒരു സംവിധായകനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്ത് എന്ന ചോദ്യമാണ്. നമ്മളിത് അതന്നെ ഓതിയിട്ട് അങ്ങോട്ട് ചോദിക്കാണ്. നിങ്ങൾ ഇതൊന്നും ചിന്തിക്കണില്ല എന്ന് അങ്ങോട്ട് പഠിച്ചവനോട് ചോദിക്കാന്നല്ലാതെ നമ്മൾ തിരിച്ചൊന്നും ഇങ്ങോട്ടേക്ക് നോക്കണില്ല. ആകാശത്തിലെ അത്ഭുതങ്ങളെയോ അല്ലെങ്കിൽ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലെ പടച്ച തമ്പുരാന്റെ കയ്യൊപ്പിനെയോ നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ആ വിധത്തിൽ അതിനെ ചിന്തിച്ചു നോക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മളും നാൽക്കാലികളും ഒരുപോലെ. അവയും ആകാശത്തിലേക്ക് ഇങ്ങനെ നോക്കി അയവെട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കും. എന്ത് ചിന്തിക്കുന്നു? ഒന്നും ചിന്തിക്കണില്ല. അവരും ഇങ്ങനെ ഇതൊക്കെ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണുന്നുണ്ട്, അതുങ്ങൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളെക്കാൾ നല്ല കാഴ്ചശക്തിയിൽ കാണുന്നുണ്ടാവും. നമ്മൾ കാണാത്തതും കൂടി അവർ കാണുന്നുണ്ടാവും. പക്ഷെ കണ്ടിട്ടെന്താ? അവരതിനെ കുറിച്ച് ചിന്തിക്കുകയോ ഗ്രഹിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ പാഠം ഉൾക്കൊള്ളുകയോ ചെയ്യണില്ല. അവര് കേൾക്കുന്നുണ്ട്, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കേൾക്കുന്നതിലൂടെ എന്തെങ്കിലും ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടണില്ല. ഇതേപോലെ ആകരുത് മനുഷ്യൻ. അവർക്ക് ഹൃദയങ്ങളുണ്ട്. ആ ഹൃദയം കൊണ്ടും ഗ്രഹിച്ചു മനസ്സിലാക്കാനുള്ള കഴിവും സിദ്ധിയും അവർക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആ നാൽക്കാലികളെ പോലെ ആയതുകൊണ്ടാണ്
നിങ്ങൾ നരകത്തിലേക്ക് എത്തിയതെന്നാണ്. കാണേണ്ടത് കാണാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, ചിന്തിച്ചു മനസ്സിലാക്കേണ്ടത് അങ്ങനെയില്ലാതെ നിങ്ങൾ നാൽക്കാലികളെ പോലെ ജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ. നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, അതിനെ കെട്ടിയിട്ടിട്ട് അതിങ്ങനെ പുല്ല് തിന്നുന്നു, അതിന്റെ അപ്പുറം മറികടക്കാൻ അതിന് പറ്റണില്ല. അതിനെങ്ങാനും അഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതെല്ലാം വഴിയിലൂടെ പോകുന്ന ആലോചിച്ച് നോക്കുക. അത് ചെളി ചവിട്ടും, വെള്ളത്തിലേക്ക് ഇറങ്ങും, ചെളിയും വെള്ളവും കൂടി കലർന്നതിൽ പോയി കിടക്കുന്ന മൃഗങ്ങളുണ്ട്. അതില് കുറെ നേരം കിടന്നിട്ട് അവിടുന്ന് എണീറ്റ് അതേ ചെളിയും അഴുക്കൊക്കെ ഇട്ട് നടക്കുന്നതുണ്ട്, ഇല്ലേ? നമ്മൾക്കും ചിന്തയില്ല, ബോധവും ഇല്ല, തിരിച്ചറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെളിയിൽ വീഴും, ചെളിയിൽ കിടക്കും. അങ്ങനെയാണല്ലോ കുറെ ആൾക്കാര് കാണേൽ വീണ് കിടക്കുന്നവരുണ്ട്, റോഡിൽ തല തല്ലി കിടക്കുന്നുണ്ട്, ഡ്രസ്സും ഇതൊന്നും ഇല്ലാതെ വൃത്തികെട്ട കോലത്തില് നടക്കുന്നവരുണ്ട്. പിന്നെ അതിന് നമ്മള് കഞ്ചാവ് അടിച്ചിട്ടാണെന്നോ കള്ളു കുടിച്ചിട്ടാണെന്നോ എന്ത് പേര് പറഞ്ഞാലെന്താ? അത്രമേൽ ബോധമില്ലാതെ അന്തസ്സോടുകൂടി അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആദരണീയമായ വിധത്തിലാണെന്നാണ്. അവന് മുട്ടിലെഴയേണ്ടവനല്ല, അവൻ നാൽക്കാലികളെ പോലെ ജീവിക്കേണ്ടവനല്ല. അന്തസ്സുറ്റൊരു ജീവിതം മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുണ്ട്. തല ഉയർത്തിപ്പിടിച്ച് നടക്കാവുന്ന വിധത്തിൽ അവന് വൃത്തി ഉണ്ടാകണം, ശ്രദ്ധയുണ്ടാകണം, അവൻ അന്തസ്സായി ജീവിക്കണം. അവനിങ്ങനെ കണ്ട അഴുക്കും വൃത്തികേടും അൽക്കുലത്തും ഒന്നും തിന്നും കുടിച്ചുമല്ല, അവൻ നല്ലതായിരിക്കണം കഴിക്കേണ്ടത്. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ? നല്ലത് കഴിക്കണം, മോശമായത് കഴിക്കരുത്, നല്ല വാക്ക് പറയണം, നല്ല സ്വഭാവമായിരിക്കണം, അന്തസ്സോടെ ജീവിക്കണം, മാന്യനായിരിക്കണം, മര്യാദ കെട്ടവനാകരുത്. ഇതൊക്കെയാണ് മനുഷ്യനെ സൃഷ്ടിക്കുമ്പോ അത്തരത്തിലുള്ള ഒട്ടനേകം മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അവൻ ജീവിക്കേണ്ടത് എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ട്. എന്നിട്ടും അവൻ തിരഞ്ഞെടുക്കുന്ന വഴിയാണിത്. കണ്ണ് കാണാതെ, ചെവിയില്ലാതെ, ഉണ്ടായിട്ടും ഉപയോഗപ്പെടുത്താതെ അവൻ ജീവിക്കുന്നുവെങ്കിൽ എല്ലാ അഴുക്കിലും, എല്ലാ ചെളിയിലും, എല്ലാ അരുതാത്ത ഇടങ്ങളിലേക്കും, കെട്ടിയിടാത്ത ഒരു മൃഗത്തിന് എവിടെയും നടക്കാം, ആരുടെ പറമ്പിലേക്കും കയറാം, ഏത് വിധത്തിലുമാകാം, ആരുടേതും കഴിക്കാം, ആരുടേതും എടുക്കാം. അതിനറിഞ്ഞൂടാ. നീതിയും നന്മയും അത്തരത്തിലുള്ളതൊന്നുമല്ല, അതിന്റെ കാര്യം മാത്രമാണ്. ഇതേപോലെയുള്ള ഒരു ജീവിതം അവൻ നയിക്കുമ്പോൾ ഉറപ്പായിട്ടും അവൻ നരകത്തിലേക്ക് എത്തും. അങ്ങനെയാണ് നരകത്തിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പോർഷൻ മാത്രം, ഒരു കഷ്ണം മാത്രം വെച്ചിട്ട് അത് ശരി അങ്ങനെ പടച്ചോൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നരകത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചുണ്ടാക്കിയത് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പണിയെടുത്തിട്ടാന്നുള്ളതല്ല, എന്തുകൊണ്ട് അവര് നരകത്തിൽ എത്തുന്നു എന്നത് കൃത്യമായും വ്യക്തമായിട്ടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ പഠിക്കേണ്ടത് വലഖദ്, തീർച്ചയായും നാം സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട് ലിജഹന്നം, നരകത്തിന് വേണ്ടി കസീറം മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഒരുപാട് ആളുകള്, ധാരാളം ആളുകള്. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് ദൃഷ്ടികളുണ്ട്, കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കണ്ടറിയുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കുന്നുമില്ല. കേട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ ഈ ഗണത്തിൽപ്പെടും ട്ടോ. നമ്മുടെ ജീവിതം മുഴുവനും ഖബറിലേക്ക് എത്തുവോളം നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടവരാണെന്നുണ്ടെങ്കിൽ എത്രയോ ആളുകൾ ഖുർആൻ പഠിക്കാത്തവരുണ്ട്, ഖുർആനെ മനസ്സിലാക്കാത്തവരുണ്ട്, ജീവിതത്തിൽ വേണ്ടത്ര തിരിച്ചറിവുകളില്ലാതെ ഒരേ ലെവലിലുള്ള ഒരു ജീവിതം. എന്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പഠിക്കാൻ പറ്റണില്ല? നമ്മുടേതായ ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിൽ ഇങ്ങനെ വ്യാപൃതരായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം പോലും നമുക്ക് അതിനു വേണ്ടിയിട്ടല്ലാതെ മറ്റൊന്നിനും നേരമില്ല. അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം വിട്ട് ഒരു ദിവസം നമുക്ക് പോകേണ്ടതുണ്ട്. അവിടെ നമുക്ക് ശരിക്കും റെസ്റ്റ് എടുക്കാൻ പറ്റണം, സ്വസ്ഥമായിട്ടൊന്ന് ജീവിക്കാൻ പറ്റണം എന്നൊരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഇവിടുന്ന് തന്നെ തയ്യാറാക്കണമല്ലോ. അതിന് തന്നിരിക്കുന്ന ഒരുപാട് അസംസ്കൃത വസ്തുക്കളാണ്, അല്ലെങ്കിൽ മെറ്റീരിയലുകളാണ്, അതിന്റെ ഉപകരണങ്ങളാണ് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കണ്ണും കാതും ചെവിയും ഇതൊക്കെ എന്നുണ്ടെങ്കിൽ അതിലൂടെ കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കണം. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ലക്ഷ്യവും. ഉലായിക്കൽ അൻആം, ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ നാൽക്കാലികളെ പോലെയാണ്. എന്നിട്ട് അള്ളാഹു ഒന്നും കൂടി ചേർത്ത് പറഞ്ഞു കേട്ടോ, ബൽഹും അളല്, അതിനേക്കാൾ കഷ്ടമാണ്, നാൽക്കാലിനേക്കാളും കഷ്ടമാകും.
ശരിയല്ല. നാൽക്കാലികളെക്കാൾ കഷ്ടം. അതുങ്ങൾക്ക് പിന്നെ കൃത്യമായിട്ട് ഇപ്പോ ഒരു എന്താണ് തൊഴുത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചാ തൊഴുത്തിലേക്ക് തന്നെയാണ് വരിക എല്ലാ ദിവസവും. സാധാരണഗതിയിൽ ഈ ഈജിപ്തിലൊക്കെ പിന്നെ സ്ത്രീകള് കഴുതപ്പുറത്ത് അവര് എന്താണ് പോവുകയൊക്കെ ചെയ്യും. അപ്പോ കുഞ്ഞുങ്ങളെ മക്കളെ വീട്ടിലേക്ക് പറഞ്ഞേക്കണമെങ്കിൽ കഴുതനെ പുറത്തിരുത്തിട്ട് തിരിച്ചു നിർത്തി കൊടുത്താൽ മതി. അതുങ്ങള് കൃത്യമായി കൊണ്ടാക്കി കൊടുക്കും, വേറെ എവിടേക്കോ തെറ്റാതെ തന്നെ. അതിനുള്ളൊരു ബോധമെങ്കിലും അതുങ്ങൾക്കുണ്ട്. മനുഷ്യന് അതിനേക്കാൾ കഷ്ടം എന്ന് പറഞ്ഞാൽ അതും കൂടി ബോധം ഉണ്ടാവില്ല. അതാണ് കള്ളുകുടിച്ചും വൃത്തികേടും അതും ഇതൊക്കെ അവിടെ ഇവിടെയും ഏതെങ്കിലുമൊക്കെ കോലത്തിൽ കിടക്കുന്ന, ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന, എവിടെയാണ് ഞാനെന്ന ബോധമില്ലാതെ നമ്മള് എന്തൊക്കെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും ഒക്കെ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിനൊക്കെ അടിമകളാകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് നീ എന്തിനാ ഇന്നലെ ഞങ്ങളിട്ട് ഓടിച്ചത്, എത്ര കിലോമീറ്റർ ആണ് നീ ഞങ്ങളിട്ട് ഓടിച്ചതെന്ന് പറഞ്ഞപ്പോ ഞാൻ ഓടിക്കേ, ഞാൻ ഇന്നലെ ഓടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത് എന്താണ്? ആ മായിക വലയത്തിൽ പെട്ടിട്ട് അവര് ചെയ്യുന്നത് അവർക്ക് അറിയണില്ല. എന്താ ചെയ്തതെന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ എത്രയോ. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തുമാത്രം ബുദ്ധിയും തിരിച്ചറിവും ഒക്കെയുള്ള എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ള കെണിയിൽപ്പെട്ടത്. എത്രയെത്ര കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള കെണിയിൽ പെടുത്തിയിരിക്കുന്നത്. ഭൗതിക ജീവിതത്തിലെ ചെറിയ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി വലിയ വലിയ സങ്കല്പങ്ങളെയും വലിയ വലിയ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെയും അങ്ങോട്ട് തല്ലിക്കെടുത്തിയിട്ട് വഴിതെറ്റിപ്പോയ മക്കൾ. അവർക്ക് ബുദ്ധിയുണ്ടോ? അവരല്ലെങ്കിൽ ബുദ്ധി ഉപയോഗപ്പെടുത്തരുതെന്ന് ആരൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ടോ? നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഈ സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്നതും നമുക്കുണ്ടാകേണ്ട ഒരു അവബോധവും നമ്മൾ പകർന്നു കൊടുക്കേണ്ട ചില തിരിച്ചറിവുകളും ഒക്കെ ഇതിലില്ലേ? അതൊക്കെ ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ വിപത്തുകളുടെ ദുരന്തങ്ങളാണ് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ണുണ്ടായത് കൊണ്ടായില്ല, ചെവി ഉണ്ടായത് കൊണ്ടായില്ല, ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടായില്ല, നമുക്ക് ഹൃദയം ഉണ്ടായത് കൊണ്ടായില്ല. അതൊക്കെ അതിന്റെ ധർമ്മങ്ങൾ പാലിക്കുന്നുവെങ്കിൽ നമുക്കൊരു ഹൃദയത്തിന് അതോടൊപ്പം തന്നെ അള്ളാഹു നമുക്കൊരു ആത്മാവിനെ നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ അംശത്തിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹു നമ്മളിൽ സന്നിവേശിപ്പിച്ചതാണെങ്കിൽ ആ ആത്മവിശുദ്ധിക്ക് വേണ്ടിയിട്ട് ഈ കണ്ണിനെയും കാതിനെയും ഹൃദയത്തെയും ഒക്കെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ ആത്മവിശുദ്ധി പ്രാപിച്ചവൻ വിജയിച്ചു എന്നാണല്ലോ പറഞ്ഞത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരാണോ അതിനെ പരിശുദ്ധപ്പെടുത്തിയത് അവൻ വിജയിച്ചു എന്നാ പറയണത്. പരിശുദ്ധപ്പെടുത്തണമെങ്കിൽ എന്താവണം? നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് പറയണം, നല്ലത് ചിന്തിക്കണം, നല്ലത് ഗ്രഹിക്കണം. അപ്പോഴാണ് ആത്മപരിശുദ്ധി നേടാനാകുന്നത്. മോശമായ വാക്കുകൾ, മോശമായ കേൾവികൾ, മോശമായ കാഴ്ചകൾ, മോശമായ ചിന്ത, മോശമായ പ്രവർത്തനങ്ങൾ ആത്മാവിനെ ദുഷിപ്പിക്കും. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ മലിനമാക്കിയവൻ പരാജയമടഞ്ഞു എന്നാണ്. അത് വെറുതെ മലിനമാകുന്നതല്ല, നമ്മൾ ഓരോരുത്തരും അതിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഈ സംഗതികളെ ഒന്നും ഉപയോഗപ്പെടുത്താത്തതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് അവര് ബൽഹും അവല് നാൽക്കാലികളെക്കാൾ കഷ്ടമാണ്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അവര് അശ്രദ്ധരാണെന്നാണ്. ഉലായിക അക്കൂട്ടർ, ഹുമുൽ ഗാഫിലൂൻ അവരാകുന്നു അശ്രദ്ധ. എന്ന് വെച്ചാൽ ഒട്ടും ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരവരാണ്. അപ്പൊ ശ്രദ്ധയും ബോധവും ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യവർഗത്തിനും ജിന്നുവർഗത്തിനും അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സവിശേഷമായ സംഗതിയാണ്. അങ്ങനെ ശ്രദ്ധയില്ലാതെ വെളിവില്ലാതെ ജീവിക്കുക അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടാകാനും പാടില്ല എന്നുള്ളതാണ്. മനുഷ്യനിങ്ങനെ ബോധമില്ലാതെ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവന് ബോധവും തിരിച്ചറിവും ഉണ്ടാകണം എന്നതാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഒരുപാട് സ്ഥലത്ത് ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട ആയതും ഇഷ്ടം പോലെ ആയത്തുകൾ. ഞാനിത് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആയത്തുകൾ എടുത്തു നോക്കുമ്പോൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏത് പറയുന്നുള്ള കൺഫ്യൂഷൻ ആയി പോകുക നമുക്ക്, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റൂല ഈ സമയത്തിനുള്ളിലൊന്നും. അത്രമേൽ ആയത്തുകൾ ഇതുമായിട്ട് അള്ളാഹു ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന്.
ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്നാണ്. പിന്നെ ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിട്ടുണ്ട്. സൂറ അംബിയയിലെ 21-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ആയത്താണ് കേട്ടോ. വഹും അവരാകട്ടെ ഫീ ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. മുഅ്രിദൂൻ അവരിങ്ങനെ പിന്നെ അശ്രദ്ധയിലായിട്ട് കൊണ്ട് പിന്തിരിഞ്ഞു കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വിചാരണ അടുത്തെത്തിയാലും എന്തായാലും അവർക്കെന്ത്, അവരിതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ്. സൂറ മുഹമ്മദിൽ പറയുന്നത് ഫദർഹും, അവരെ വിട്ടേക്കുക, ഫീ ഗംറതിഹിം ഹത്താ ഹീൻ, എത്ര കാലം അവരുടെ ആ കൺഫ്യൂഷനിൽ ഉണ്ടോ, പിന്നെ ആ കൺഫ്യൂഷനായിട്ട് തന്നെ അവരങ്ങോട്ട് പോയിക്കോട്ടെ എന്നാണ്. കൺഫ്യൂഷൻ തീർക്കാൻ പാകത്തിലുള്ള എല്ലാ തിരിച്ചറിവുകളും അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ. എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെത്ര കാലം വേണം അതിലായിട്ട് കിടന്നോട്ടെ എന്ന് തന്നെയാണ് അള്ളാഹു വിചാരിക്കുള്ളൂ. അത് എന്താണ്, സൂറ മുഹമ്മദ് 23-ാമത്തെ അധ്യായം 54-ാമത്തെ ആയത്താണ്. എന്തൊരു സംശയം തീർക്കാൻ പാകത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് തിരിച്ചറിവുകളുടെ പാഠങ്ങൾ നൽകുന്നുണ്ട് എങ്കിൽ അതിന് ബുദ്ധിപരമായി അതിനെ കണ്ടെത്താനും അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ശ്രമിക്കണില്ല എന്നുണ്ടെങ്കിൽ അത് ആ വഴിക്ക് തന്നെ പോകും കേട്ടോ. സൂറ അഅ്റാഫിൽ തന്നെ നമുക്കറിയാം 146 നമ്മൾ കഴിഞ്ഞു വന്ന പാഠഭാഗമാണ്. അതില് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, സഅസ്രിഫു അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർളി ബിഗൈരിൽ ഹഖ്, ഞാൻ ശേഷം അവരെ തിരിച്ചു കളയും. അൻ ആയാത്തി, ആരാണ്? അൻ ആയാതിയല്ലദീന യതകബ്ബറൂന ഫിൽ അർള്, എന്റെ ദൃഷ്ടാന്തങ്ങൾ വെച്ച് ഭൂമിയിൽ അഹങ്കരിക്കുന്ന ആളുകളെ ഞാൻ തിരിക്കും. എന്ന് വെച്ചാൽ ബിഗൈരിൽ ഹഖ്, ഒരു ന്യായവും ഇല്ലാതെയാണ് അവർ അഹങ്കരിക്കുന്നത്. വഇയറൗ കുല്ല ആയത്തിൻ, ഏതൊരായത്ത് അവർ കണ്ടാലും, സൂറ അഅ്റാഫിലെ തന്നെ 146-ാമത്തെ ആയത്താണ്, ഏതൊരായത്ത് കണ്ടാലും ലാ യുഅ്മിനൂ ബിഹാ, അവരതിൽ വിശ്വസിക്കുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടില്ലേ, ഒരുപാട് തിരിച്ചറിവുകൾ. അത് ഓരോന്നിലൂടെയും നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് എങ്കിൽ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ലാ യുഅ്മിനൂ ബിഹാ, അവര് വിശ്വസിക്കുന്നില്ല. വഇൻ യറൗ സബീല റുഷ്ദ്, സന്മാർഗത്തിന്റെ മാർഗം അവർക്ക് കാണുകയാണെങ്കിലും ലാ യത്തഖിദൂഹു സബീല, അതിനൊരു മാർഗമായിട്ട് അവർ സ്വീകരിക്കുന്നുമില്ല. അതാണ് ഫഹദൈനാഹു നജ്ദൈൻ, ശരിക്കും ഇങ്ങനെ ഉയർന്നു പൊങ്ങിയ 2 മാർഗങ്ങൾ ഞാൻ അവന് കാണിച്ചു കൊടുത്തില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഒന്നത് സന്മാർഗത്തിന്റെയാണ്, മറ്റേത് ദുർമാർഗത്തിന്റെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ്, നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് നല്ലതിനെ തെരഞ്ഞെടുക്കാനാകുന്നില്ല? അബദ്ധങ്ങൾ വരും, അശ്രദ്ധ ഉണ്ടാകും, പക്ഷെ അശ്രദ്ധ മാത്രമാകരുത്, അബദ്ധങ്ങൾ മാത്രമാകരുത്. എന്നിട്ട് ഇത് രണ്ടിനെയും ഇതില് നന്മയെ അവഗണിച്ച് തിന്മയ്ക്ക് അങ്ങനെ ഉണ്ടാവില്ല. ശരീരത്തിന് ഇഷ്ടം അതാണ്, മനസ്സിന് ഇഷ്ടം അതാണ്, ജീവിതത്തിന്റെ താല്പര്യങ്ങളിൽ ഏറ്റവും വലുതായി കാണുന്നത് അതാണ്. അതിന്റെ പിറകെ തന്നെ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് വഇൻ യറൗ സബീല റുഷ്ദി ലാ യത്തഖിദൂഹു സബീല, സന്മാർഗത്തിന്റെ പാത അവർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങനെ അവർ സ്വീകരിക്കുന്നേ ഇല്ല. വഇൻ യറൗ സബീലൽ ഗയ്യ്, ദുർമാർഗത്തിന്റെ മാർഗത്തെ അവർ കാണുകയാണെങ്കിൽ യത്തഖിദൂഹു സബീല, അതിനെ അവരുടെ മാർഗമായിട്ട് അവർ സ്വീകരിക്കുന്നു. ദാലിക ബിഅന്നഹും കദ്ദബൂ ബിആയാതിനാ, എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറ്റണത്? അവര് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നത് കൊണ്ടാണെന്നാണ്. വകാനു അൻഹാ ഗാഫിലീൻ, ഇതാണല്ലോ നേരത്തെ പറഞ്ഞത്. വകാനു അൻഹാ ഗാഫിലീൻ, അള്ളാഹുവിന്റെ നേർമാർഗത്തിന്റെ പാത കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് തെറ്റിക്കളയുകയും ദുർമാർഗത്തിന്റെ പാത സ്വീകരിക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ്. അവര് അതിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് അശ്രദ്ധരാണെന്ന്. അങ്ങനെ അശ്രദ്ധരായിട്ട് പോകുന്ന ആളുകൾക്ക് കണ്ണുണ്ടായിട്ടെന്താ, കാതുണ്ടായിട്ടെന്താ, ഹൃദയമുണ്ടായിട്ടെന്താ, ഒരു കാര്യമില്ല എന്നാണ്. അവര് നാൽക്കാലികളെക്കാളപ്പുറം. അതാണ് ഖുർആൻ ഈ ആയത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. ഇതുപോലെ ഒരുപാട് ആയത്തുകൾ. പിന്നെ ഒന്നുകൂടെ പറയാം ഞാൻ, സൂറ മുനാഫിഖൂനിൽ ദാലിക ബിഅന്നഹും ആമനൂ സുമ്മ കഫറൂ, അവര് വിശ്വസിച്ചു പിന്നീട് അവർ അവിശ്വസിച്ചു. ഫതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അള്ളാഹു തീയിൽ വെച്ചു. അങ്ങനെയുണ്ടല്ലോ, ആദ്യം വിശ്വസിച്ചു, പിന്നെ വിശ്വസിച്ച ഒരാൾക്ക് ആ വിശ്വാസത്തെ വളർത്താനും അല്ലെങ്കിൽ വിശ്വാസത്തെ കൂടുതൽ
മനോഹരമാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാക്കേണ്ടത്. അതിനെ പിന്നെന്താണ്, അൽ ഈമാൻ യസീദ് വയംഖുസു എന്നാണ്. ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും, കുറയുകയും ചെയ്യും. വർദ്ധിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം. സഹാബികൾ പറയാറുണ്ടായിരുന്നില്ലേ, നമുക്ക് കുറച്ചു നേരം കൂടിയിരിക്കാം, നമുക്ക് കുറച്ചു നേരം നമ്മുടെ ഈമാനിനെ പുതുക്കാം എന്നവർ പറയാറുണ്ടായിരുന്നു. നമ്മൾ ആലോചിച്ചു, നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? വരൂ നമുക്ക് കുറച്ചു നേരമൊക്കെ കൂടിയിരുന്നിട്ട് നമ്മുടെ ഈമാനിനെ പുതുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ അങ്ങനെ ഇരിക്കാറുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ടോ? എന്നിട്ട് ഈമാൻ കൂടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ടോ? ആലോചിച്ചു. എത്രയോ ദിവസങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. നമുക്ക് ഒരു ദിവസം നമുക്കൊന്ന് ഈമാൻ കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരിക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും ഇരിക്കാറുണ്ട്, നമുക്ക് എല്ലാ കാര്യം ചെയ്യാറുണ്ട്, പോകാറുണ്ട്, വരാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ, ഈമാൻ വർദ്ധിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളിൽ കുറച്ച് സമയമെങ്കിലും മുഴുകിയിരിക്കാൻ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണില്ല എന്നുള്ളത് അതല്ലേ വസ്തുത. അപ്പൊ പിന്നെ എന്താ സംഭവിക്കുന്നത്? വിശ്വാസിയാണ് പിന്നീട് അവിശ്വാസിയാവുക. അങ്ങനെ ഉണ്ടല്ലോ ഒരുപാട് ആളുകൾ അവിശ്വാസത്തിലേക്ക് പോകാൻ. അങ്ങനെ വന്നാൽ അള്ളാഹു പിന്നീട് എന്താ ചെയ്യുക? ഫതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അള്ളാഹു സീല് വെക്കും. ഫഹും ലാ യഫ്ഖഹൂൻ, പിന്നീട് അവർക്ക് ഗ്രഹിച്ചു മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ്. അതാണ് ഗ്രഹിച്ചു മനസ്സിലാക്കേണ്ട ഹൃദയവും കണ്ടറിയേണ്ട കണ്ണും കേട്ടറിയേണ്ട ചെവിയും ഒക്കെ നൽകിയിട്ടും ഉപയോഗപ്പെടുത്താതെ വരുമ്പോൾ പിന്നീട് അള്ളാഹു സീൽ ചെയ്യും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ സീൽ ചെയ്താൽ പിന്നെ എന്താണ്? പിന്നെ നമുക്ക് വല്ല രക്ഷയുണ്ടാവോ? ഒട്ടും രക്ഷ ഉണ്ടാവില്ല. അതാണ് മുനാഫിക്കങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും ഇത് എല്ലാ കാലത്തും ഉണ്ടല്ലോ മുനാഫിക്കുകള്. അവരെ കൂടുതൽ കൂടുതൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റൂല എന്നതാണ്. പറ്റാനുള്ള ചില ഉപാധികളും അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ. അവര് ശത്രുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ശത്രുക്കൾക്കിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഒക്കെ ഇങ്ങനെ കൂർപ്പിച്ചിരിക്കണം. നമ്മളിങ്ങനെ ചിന്തിച്ചും ഗ്രഹിച്ചും ആലോചിച്ചും ഒക്കെ തന്നെ ജീവിക്കണേ, എല്ലാ തലങ്ങളിലും. നമ്മുടെ വാക്കുകളാണെങ്കിലും നമ്മൾ പലപ്പോഴും അശ്രദ്ധമായിട്ട് പലതും പറയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കേൾവി നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിനെ കുറിച്ച് മോശമായത് പ്രതിപാദിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കു പോലും ചെയ്യരുത് എന്നല്ല. അള്ളാഹിനെ കുറിച്ച് റസൂലിനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ മണിക്കൂറുകളോളം അതിനു വേണ്ടിയിട്ടിരിക്കുന്ന ആളുകള്, ചാനലുകള്, എന്നിട്ട് ആളുകളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, വെറുതെ കൗതുകത്തിന് വേണ്ടി കയറിയിരുന്നവർ പോലും പഴിച്ചു പോകുന്ന അവസ്ഥകൾ ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമാണ് ഇപ്പോ. നമുക്ക് തോന്നണ്ട അങ്ങനെയൊന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട കേട്ടോ. പക്ഷെ അങ്ങനത്തെ ഒരു സംഗതി വന്ന അപ്പൊ തന്നെ എനിക്കിത് കേൾക്കണ്ട, എന്റെ പ്രവാചകനെ കുറ്റം പറയുന്നിടത്ത് ഇരിക്കാനും അത് കേൾക്കാനും എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് പോരാൻ പറ്റുന്നുവെങ്കിൽ അതൊരു നന്മയാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് വിശ്വസിച്ചതിന് ശേഷം അവിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങൾക്ക് സീല് വെക്കും. അവർക്ക് കാര്യങ്ങളൊന്നും പിന്നീട് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ പരലോകത്തെത്തിയിട്ട് നരകത്തിലേക്ക് ഇടുമ്പോ അല്ലെങ്കിൽ പരലോകത്ത് എത്തുമ്പോൾ ഉള്ള ഒരവസ്ഥയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരുപാട് ആയത്ത് ഞാൻ പറഞ്ഞില്ലേ, എണ്ണിയ തീരാത്ത ആയത്തുകളുണ്ട്. ഞാൻ ഇതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സൂറ ഖാഫിലെ 50-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ഇതിനെ കുറിച്ചൊക്കെ നീ അശ്രദ്ധയിലായിരുന്നു. പരലോകത്തെ വിചാരണയും പരലോകത്തെ മറ്റു കാര്യങ്ങളും അവിടുത്തെ അള്ളാഹുവിന്റെ കണിശമായ കൃത്യമായ നീതിബോധവും ഒക്കെ അത്തരത്തിലുള്ള എല്ലാത്തിനെ കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചും എല്ലാം നീ അശ്രദ്ധയിലായിരുന്നു. ഇപ്പൊ ഞാൻ നിന്റെ ആ കണ്ണിനുണ്ടായിരുന്ന പരലോകം കാണാൻ കഴിയാത്ത, വിചാരണ കാണാൻ കഴിയാത്ത, അള്ളാഹുവിനെ കാണാൻ കഴിയാത്ത, സ്വർഗ നരകങ്ങൾ കാണാൻ കഴിയാത്ത അത്തരത്തിലുള്ള എല്ലാത്തിനെയും മറയിട്ടിരുന്ന ആ മൂടി ഉണ്ടല്ലോ, ഞാൻ അതങ്ങോട്ട് നീക്കാണ് കേട്ടോ. ഫബസറുക്കൽ യൗമ ഹദീദ്, അപ്പൊ നിന്റെ കണ്ണിനങ്ങോട്ട് കാഴ്ച മൂർച്ച കൂടുന്ന. മുമ്പേ അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിനെ എന്തായാലും സ്വർഗത്തിലേ കാണാൻ പറ്റുള്ളൂ, ഉറപ്പായും. സ്വർഗത്തിൽ വെച്ചല്ലാതെ
അള്ളാനെ കാണാൻ പറ്റൂല. പക്ഷേ പരലോകം, വിചാരണ, സ്വർഗ നരകങ്ങൾ, അർഷ്, നമ്മുടെ മഹ്ഷറിൽ ഒരുമിച്ച് കൂടിയുള്ള നിപ്പ്, എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ വിചാരണയുടെ എല്ലാ തലങ്ങളും എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊക്കെ നീ അശ്രദ്ധയിലായിരുന്നു. അതാണ് നമ്മൾ ഇതിന്റെ ഈ തുടക്കത്തിൽ പറഞ്ഞതും അത് തന്നെയാണ്. ഹൃദയവും കണ്ണും കാഴ്ചയൊക്കെ ഉണ്ടായിട്ടും മനുഷ്യൻ നാൽക്കാലികളെ പോലെ ആയിപ്പോയതിന്റെ കാരണം അവർ അശ്രദ്ധയിലായിരുന്നു എന്നാണ്. അശ്രദ്ധയിലായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ വലിയ മൈൻഡ് കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം വല്ലതും മനസ്സിലാവും. ഞാനതുകൊണ്ട് ഇടക്ക് നിങ്ങളോട്, നിങ്ങൾ സോഫയിൽ കിടന്ന് ഉറങ്ങുകയാണോ, അതല്ല നിങ്ങൾ മൂടി പൊതിച്ച് കിടക്കുകയാണോ, നിങ്ങൾ ഇങ്ങനെ കിടന്നുകൊണ്ട് കേൾക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തുകൊണ്ടാ? ഖുർആൻ പഠനം ഒരിക്കലും അങ്ങനെ ആകരുത് എന്നുള്ളത് ഖുർആനിലെ നിർദ്ദേശമാണ്. എന്ന് വെച്ചാൽ മനസ്സാന്നിധ്യത്തോടു കൂടി കണ്ണും ചെവിയൊക്കെ തുറന്നു വെച്ച് ഹൃദയ സാന്നിധ്യത്തോടു കൂടി കേൾക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹൃദയ സാന്നിധ്യത്തോടു കൂടി കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ ശരീരം എന്റെ മുമ്പിൽ ഉണ്ടായാൽ പോരാ, നിങ്ങളുടെ കൽബ് എന്നോടൊപ്പം ഉണ്ടാവണം എന്നുള്ളതാണ്. ഹൃദയം ആയിരിക്കണം ഇവിടെ. നിങ്ങളും നിങ്ങളുടെ കൽബും കണ്ണും കാതും ചെവിയും ഒക്കെ വെച്ചിട്ട് മാത്രമായിരിക്കണം ഖുർആനെ കേൾക്കേണ്ടത് എന്നാണ്. അങ്ങനെ കേൾക്കാതെ പോയതിന്റെയും ഒരു പ്രശ്നമുണ്ട്. ഒന്നും അറിയാതെ പോയത് അതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആയത്തുകൾ എത്രയോ ആവർത്തി നമ്മൾ വായിച്ചിട്ടില്ലേ? പക്ഷെ വായിച്ചത് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്? നമ്മൾ ഈ വിധത്തിൽ അതിന്റെ പിറകെ കൂടിയിട്ടില്ല, അതിനെ പഠിച്ചിട്ടില്ല, അതിനെ മനസ്സിലാക്കിയിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ അർത്ഥം പോലും കേട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മൾ അള്ളഹാനോട്, ഞാൻ പറയില്ല, അള്ളഹാനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അള്ളാഹ് നമ്മളോട് ചോദിച്ചൊക്കെ തിരിച്ചങ്ങോട്ട് ചോദിക്കും. അപ്പൊ അദുറാക്കൽ ഖാരിയ, നിനക്കറിയാമോ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിക്കും. നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് തരാനാണ് പഠിച്ചവൻ അത് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ നമ്മൾ അത് അങ്ങോട്ട് ചോദിച്ചിട്ട് ഓതിയോട്ട് പോവുക ചെയ്യുന്നത്. അങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ. അദുറാക്കമായ യൗമുദ്ദീൻ എന്നങ്ങോട്ട് ചോദിക്കുകയാണ്. യൗമുദ്ദീനിലുള്ള കാര്യങ്ങളെ കുറിച്ച് തിരിച്ചറിവ് ജീവിതത്തിൽ ശ്രദ്ധാലുക്കളാകേണ്ട നമ്മള് തിരിച്ചു ചോദ്യങ്ങളിലൂടെ ഓതിക്കൊണ്ടേയിരിക്കുക എന്നല്ലാതെ വേറെ ഒന്നും നടക്കണില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ഈ ആയത്തുകളുടെ പ്രസക്തി? എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? എന്തപ്പോ നമ്മളുടെ ഒരു അവസ്ഥ എന്ന് നമ്മളടുക്ക് നമ്മളെ കുറിച്ച് ആലോചിക്കുന്നത് അത്യാവശ്യം വേണ്ട കാര്യം. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്നത് ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, പരലോകത്തെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, നിന്റെ വിചാരണയെ കുറിച്ച്, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ച്, എത്രയോ നാളുകൾ ആ മഹ്ശറിൽ കഴിച്ചു കൂട്ടേണ്ടതിനെ കുറിച്ച്, എല്ലാവരെയും കാണേണ്ടി വരും എന്ന യാഥാർത്ഥ്യത്തെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച്, വിചാരണയെ കുറിച്ച്, ശിക്ഷയെ കുറിച്ച് ഒക്കെ നീ അശ്രദ്ധയിലായിരുന്നു. ഫകശഫ്നാ അൻക ഖിതാഅക്, നിന്റെ കണ്ണിനെ മൂടിയിരുന്ന ആ പാടയുണ്ടല്ലോ, ഇതൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഒരു പരലോകം നിന്റെ മുമ്പിൽ ഞാൻ മറയിട്ടിരുന്നുവെങ്കിൽ ആ മറ ഞാനിപ്പോ അങ്ങോട്ട് നീക്കണം. നിന്റെ കണ്ണിന്റെ ആ പാട ഞാൻ അങ്ങോട്ട് നീക്കിക്കളയാണ്. ഫബസറുക്കൽ യൗമ ഹദീദ്, അപ്പൊ നിന്റെ കാഴ്ചക്ക് അങ്ങോട്ട് മൂർച്ച കൂടും. അങ്ങനെ മൂർച്ച കൂടിയാൽ എന്താണോ എനിക്ക് ഇതുവരെ കാണാൻ പറ്റാതെ ഞാൻ വിശ്വസിച്ച് മാത്രം ഇരുന്നത്, അല്ലെങ്കിൽ വിശ്വസിക്കാതിരുന്നത്, ഇത് അവിടെ അങ്ങോട്ട് തെളിയും. എന്റെ വിശ്വാസത്തിൽ പരലോകമുണ്ട്, വിചാരണയുണ്ട്, സ്വർഗ നരകങ്ങളുണ്ട്, മഹ്ശറുണ്ട്, ഒക്കെയുണ്ട്. എനിക്കത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണാൻ പറ്റും. എന്റെ വിശ്വാസത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോഴും എനിക്കിത് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. കാണാൻ പറ്റുന്ന പാകത്തിൽ കണ്ണിന്റെ പാട നീക്കിക്കളയും. ആലോചിച്ച് നോക്കുക, അത്രമേൽ കൃത്യമാണ്. അപ്പൊ ഇത് കാണാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാ? അതിനെക്കുറിച്ചൊക്കെ അശ്രദ്ധരായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത് കാണാൻ കഴിയാതെ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ശരിക്കും ഒന്നുകൂടെ അങ്ങോട്ട് മനസ്സിലാക്കാം. വലഖദ് ദറഅനാ ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായും സൃഷ്ടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ ഗ്രഹിച്ചു മനസ്സിലാക്കുന്നില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, അതുകൊണ്ട് അവർ കേട്ട് മനസ്സിലാക്കുന്നില്ല. കണ്ടറിയുന്നില്ല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അളല്, നാൽക്കാലികളെക്കാളും പിഴച്ചതാ. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അതാണ് ഇതൊക്കെ സംഭവിക്കാൻ കാരണം അവർ അശ്രദ്ധരാണ്.
ശ്രദ്ധയോടെ ജീവിക്കേണ്ട പല കാര്യത്തിലും അവർക്ക് അത്രമേൽ ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്നതാണ് ഇങ്ങനെയൊക്കെ വന്നു പെടാൻ കാരണം കേട്ടോ. ഇതൊന്നും പറഞ്ഞാൽ തീരാത്തതാണ്, പിന്നെ നമുക്ക് സമയപരിമിതി ഉണ്ടല്ലോ. 180-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാമങ്ങൾ അള്ളാഹുവിനുള്ളതാണ്. ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ ഉപയോഗിച്ചാണ് നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കേണ്ടത്. വദറുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, വദറു, നിങ്ങൾ വിട്ടേക്കണം, അല്ലദീന യുൽഹിദൂന, ആ നാമങ്ങളിൽ അതിക്രമം കാണിക്കുന്നവരെ, തെറ്റുവരുത്തുന്നവരെയൊക്കെ നിങ്ങൾ വിട്ടേക്കുക, ഫി അസ്മാഇഹി, അവന്റെ നാമങ്ങളിൽ. സയുജ്സൗന, ശേഷം നാം പ്രതിഫലം നൽകപ്പെടും, മകാനു യഅമലൂൻ, അവര് പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഒക്കെ ഞാൻ പ്രതിഫലം നൽകുന്ന. ഇവിടെ അള്ളാഹു ആദ്യം പറയുന്നത് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ എന്നാണ്. അള്ളാഹുവിന് ഏറ്റവും സവിശേഷമായ നാമങ്ങളുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വിളിച്ച് തേടണം എന്നാണ്. നാമം എന്ന് പറഞ്ഞാല് നമ്മള് ആദ്യം മനസ്സിലാക്കേണ്ടത് ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഇബ്ലീസിനെയും ഒക്കെ സ്വർഗലോകത്ത് നിന്ന് അള്ളാഹു പുറത്താക്കിയതിനു ശേഷം പിന്നെ പുറത്താക്കാനുണ്ടായ കാരണവും അതുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുന്നിടത്ത് മലക്കുകളെക്കാളും പിന്നെ ഉന്നതരായിട്ടുള്ളവരാണ് മനുഷ്യൻ എന്നത് മലക്കുകളെ അള്ളാഹു ബോധിപ്പിച്ചൊരു സംഗതിയാണ്. മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ മലക്കുകളെക്കാൾ ഉയരത്തിലെത്താൻ പറ്റും എന്ന് വെച്ചാല് അതിന്റെ പദവിയിലെത്താൻ പറ്റും. എന്നാൽ മനുഷ്യൻ തരം താഴാനാണ് അവൻ വിചാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അസ്ഫലസാക്കും, ഈ പറഞ്ഞതുപോലെ അങ്ങേറ്റ താഴും, പിന്നെ മൃഗങ്ങളെക്കാളും താഴും. മൃഗം പോലും മൃഗം പോലും ചെയ്യാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതുങ്ങൾക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ, ബുദ്ധിയില്ലാത്ത മൃഗം പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യും. അപ്പൊ അത്രയും നികൃഷ്ടനാകും അവർ. അപ്പൊ മനുഷ്യന്റെ ശ്രേഷ്ഠതയെ, മനുഷ്യൻ മലക്കുകളെക്കാൾ സമുന്നതരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ആദ്യം ചെയ്തത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്നാണ്. ആദം നബിക്ക് എല്ലാത്തിന്റെ നാമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ നാമങ്ങൾ എന്തിനുള്ളതാ? ഒരു വസ്തുവിന് എന്ത് സംഗതി ഉണ്ടാക്കിയാലും ഈ ലോകത്ത് പേരിടുമല്ലോ, ഇല്ലേ? എന്തിനാ ഇവിടെ പേരില്ലാത്തത്? പേരിലൂടെയല്ലേ തിരിച്ചറിയാം. ഞാൻ ആരാണ് എന്നത് പേരിലൂടെയാണ്, നിങ്ങൾ ആരാണ് എന്നത് നിങ്ങളുടെ പേരിലൂടെയാണ്. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഇപ്പൊ ഒരേ പേരുള്ള സൽമ, വേറെയും സൽമകൾ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഏത് സൽമ എന്ന് ചോദിക്കും നമ്മൾ ആദ്യം. എന്നിട്ട് നമുക്ക് അതിന് ഓരോ അടയാളം ഉണ്ടാവും. അപ്പൊ ക്ലാസ് എടുക്കുന്ന സൽമ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അങ്ങനെ ഓരോ ഇതുണ്ടാവുമല്ലോ ഓരോരുത്തരുടെ. ആ ഒരൊറ്റ ഇതിലൂടെ ആ ആളുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്, ഇല്ലേ? ആ മുഴുവൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ രൂപം, അവരുടെ പ്രകൃതം, അവരുടെ ബാക്കി കാര്യങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥക്ക് ഒരാൾ നമുക്ക് അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എല്ലാം അങ്ങോട്ട് മനസ്സിലാവുമല്ലോ. അവരുടെ നാട്, വീട്, ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മനസ്സിലാവൂലേ? അപ്പൊ ഒരു വസ്തുവിനെ, ഒരു മനുഷ്യനെ, ഒരു ജീവിയെ, ഒരു ജന്തുവിനെ, ഒരു പ്രാണി എന്ന് തുടങ്ങുന്ന സകലതിനും അള്ളാഹു പേര് വെച്ചിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ പേരിടാൻ. എന്ത് പുതിയൊരു സാധനം ഉണ്ടാക്കിയാലും ആദ്യം പേരിടുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുകുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ പേരിടുന്നതിന് പ്രത്യേക നിയമം വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ? നല്ല പേരിടണം എന്ന് പറഞ്ഞു. 7-ന്റെ അന്ന് പേരിടല്, പിന്നെ അക്കീക്ക അറുക്കല്, മുടി കളയല്, ആൺകുട്ടികളാണെങ്കിൽ സുന്നത്ത്, ഈ 4 സുന്നത്തുകൾ ഉണ്ടായിരിക്കണം 7-ന് സുന്നത്താണ് 7-ന്റെ അന്ന് ചെയ്യാന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയാൽ തെറ്റൊന്നുമില്ല, സുന്നത്തായ കാര്യമാണല്ലോ. പക്ഷെ ഒരു സുന്നത്തും കൂടി കിട്ടട്ടെ എന്ന് വിചാരിക്കുമ്പോ എന്ത് ചെയ്യാം? 7-ന്റെ അന്ന് ഈ 4 കാര്യങ്ങളും ചെയ്യാം. മനസ്സിലാവുണ്ടോ? എന്റെ കുഞ്ഞിന്റെ പേരിൽ ഒരു സുന്നത്ത് കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യേണ്ടതും. അപ്പൊ ഞാൻ പറയുന്നത് 7-ന്റെ അന്ന് പേരിട്ടു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയാണിത്. അപ്പൊ എന്താണത്? ഒരു പുതിയ സൃഷ്ടി ഈ ലോകത്തേക്ക് വന്നതാണ്. അവനെ തിരിച്ചറിയണമെങ്കിൽ അവനൊരു പേര് വേണം. ഈ ലോകത്തെ സകല ജീവജാലങ്ങൾക്ക് അള്ളാഹു പേര് വെച്ചിട്ടുണ്ട്. ആ പേര് വെച്ച അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ 99 നാമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 99 നാമങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നു. അപ്പൊ ഈ 99 നാമങ്ങളെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുള്ളത്
ലില്ലാഹി തിസ്അത്തും വതിസ്ഊന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തുൻ ഇല്ലാ വാഹിദ, 100 തികയാൻ ഒരെണ്ണം കുറവാണ് കേട്ടോ. ലാ യഹ്ഫദുഹാ അഹദുൻ, പിന്നെ ഒരാളും അതിനെ ഗ്രഹിച്ചു മനസ്സിലാക്കുന്നില്ല. ഇല്ലാ ദഖലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. എന്ന് വെച്ചാൽ ആരെങ്കിലും ആ നാമങ്ങളെ ഗ്രഹിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ട് മനഃപ്പാഠമാക്കി എങ്കിൽ അവൻ സ്വർഗത്തിലാണ്. വഹുവ വത്റുൻ, അവൻ ഏകനാണ്. യുഹിബ്ബുൽ വത്റ, അവൻ ഏകത്വം ഇഷ്ടപ്പെടുന്നു. അതാണ് 99. മനസ്സിലാവുന്നു? അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ഉൾക്കൊണ്ട് അതിനെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ, എന്നിട്ട് അവൻ എല്ലാ ദിവസവും അത് ചൊല്ലുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോ പടച്ച തമ്പുരാന്റെ വിശിഷ്ട നാമങ്ങൾ, ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ പേര് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തെളിയണത്. ചില ചിത്രം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു വസ്തുവിനെ കേട്ടാൽ, ഒരു പക്ഷിയെ, ഒരു മൃഗത്തെ, ഒരു മരത്തെ, അങ്ങനത്തെ ഒരു വീടിനെ, ഒരാളെ, അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവും, നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിന്റെ സവിശേഷമായ നാമങ്ങൾ മുഴുവനും 99 നാമങ്ങളും, അതിനേക്കാൾ കൂടുതലുണ്ടെന്നാണ് മിക്ക പണ്ഡിതന്മാരും പറയുന്നത്. പറയണത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ആ നാമങ്ങൾ ഓരോന്നും തന്നെ അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളെ, അള്ളാഹു ആരാണെന്ന് എന്ന തിരിച്ചറിവ്, അള്ളാഹുവിന്റെ മഹത്വത്തെ, അള്ളാഹുവിന്റെ കഴിവുകളെ, അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെ, അങ്ങനത്തെ അള്ളാഹുവിന്റെ സിഫത്തുകളെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, 99 നാമങ്ങളിൽ ഓരോ നാമം എടുത്താലും എത്രയോ കാലം നമുക്ക് വിശദീകരിക്കാനുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ അള്ളാഹുവിനെ അത്രമാത്രം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞിട്ട് ആ മഹനീയ നാമങ്ങൾ വെച്ചിട്ടായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ വിളിച്ചു തേടേണ്ടത്. യാ റഹ്മാൻ, യാ ഗഫൂർ, യാ വദൂദ്, യാ മാലിക്കുൽ മുലൂക്ക്, യാ അർഹമുർ റഹീമീൻ, യാ ജബ്ബാർ, യാ വഹാബ് എന്ന് തുടങ്ങുന്ന അത്യുത്കൃഷ്ടമായ നാമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ അള്ളാഹുവിനെ വിളിച്ചു തേടണമെന്നാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ വിട്ടേക്കണം അവന്റെ നാമങ്ങളിൽ വക്രത കാണിക്കുന്നവരെ, അല്ലെങ്കിൽ അതിനെ തെറ്റിക്കുന്നവരെ ഒക്കെ നിങ്ങൾ വിട്ടേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അള്ളാഹുടെ നാമങ്ങൾ അരുതാത്തടുത്ത് കൊണ്ടുവെക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങളെ മനസ്സിലാക്കാതെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് മോശമായിട്ട് പറയാനും ബാക്കി കാര്യങ്ങൾക്കുമൊക്കെ കളിയാക്കാനും ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ, ഇപ്പൊ നമുക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നും, അള്ളാഹുടെ പേര് വെച്ചിട്ടാണ് കോഴിക്കടയും ബാക്കിയുള്ളതുമൊക്കെ തുടങ്ങാറ്. ബിസ്മില്ല അല്ലെങ്കിൽ അർറഹ്മാൻ, ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൊഡക്റ്റ് വിറ്റഴിയാനുള്ളതാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നും അത് ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്നും ഒക്കെ പഠിച്ച തമ്പുരാൻ നമുക്ക് പറഞ്ഞുതരാണ്. അള്ളാഹുവിന്റെ മഹത്വത്തെയും അവന്റെ കഴിവിനെയും അവന്റെ മറ്റെല്ലാ വിധത്തിലുള്ള മനുഷ്യർക്ക് തിരിച്ചറിയാനും കൂടിയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് അനവസരത്തിലും അനധികൃതമായും അതല്ലാത്ത വിധത്തിലും ഒന്നും നമുക്ക് മോശമായ ഒരു വിധത്തിലും നമ്മൾ അതിനെ ഉപയോഗിക്കാൻ പാടില്ല. അത്തരത്തിൽ അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരും അല്ലെങ്കിൽ അതിനെ ക്രമക്കേട് വരുത്തുന്നവരും അതിൽ വക്രത കാണിക്കുന്നവരിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെയുള്ളവരെ വിട്ടേക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അവര് പ്രവർത്തിച്ചതിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം ഞാൻ പിന്നീട് കൊടുക്കും എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതും മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങള്, അള്ളാഹുവിന്റെ പദവിയും അള്ളാഹുവിന്റെ കഴിവും ബാക്കിയുള്ള എല്ലാ അള്ളാഹുവിന്റെ സിഫത്തുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അതിനെ ആ വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ്. ഒരായത്തും കൂടി നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വമിമ്മൻ ഖലഖന ഉമ്മത്തുൻ യഹ്ദൂന ബിൽ ഹഖി വബിഹി യഅദിലൂന. ഇവിടെ അള്ളാഹു പറയുന്നത് പിന്നെന്താണ്? നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. വമിമ്മൻ ഖലഖന ഉമ്മത്തുൻ, നാം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമൂഹം ആളുകൾ എന്ന് വെച്ചാൽ ഒരു സമൂഹം എപ്പോഴും വമിമ്മൻ ഖലഖന, നാം സൃഷ്ടിച്ചതിൽ നിന്നും ഉമ്മത്തുൻ ഒരു സമൂഹം
യഹ്ദൂന ബിൽ ഹഖ്, ശരിക്കും അവര് യഹ്ദൂന ബിൽ ഹഖ്, സത്യമനുസരിച്ച് മാർഗദർശനം നൽകുന്നവരാണ്. പിന്നെ വബിഹി യഅദിലൂൻ, അതിനനുസരിച്ച് തന്നെ നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ എല്ലാവരും മോശമായിട്ട് പ്രവർത്തിക്കുകയും മോശമായ വിശ്വാസ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും ലോകാവസാനം വരെ എന്റെ സൃഷ്ടികളിൽ നിന്ന് ഒരു സമൂഹം നന്മയിലേക്ക് ക്ഷണിക്കുന്നവരുണ്ടാകുന്ന. ആലോചിച്ചോട്ടെ, വമിമ്മൻ ഖലഖ്നാ ഉമ്മത്തുൻ, നാം സൃഷ്ടിച്ചവരിൽ ഒരു സമൂഹം ആളുകൾ, ഒരു വിഭാഗം ആളുകളുണ്ട്, യഹ്ദൂന ബിൽ ഹഖ്, സത്യസന്ധമായി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നന്മയിലേക്ക് മാർഗദർശനം നൽകും അവർ. ആ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരുപാട് വിഭാഗമായിട്ട് നമ്മൾ പറയില്ല, 77 വിഭാഗമായിട്ട് പിരിയും, അതിലൊരു വിഭാഗമാണ് സ്വർഗത്തിലേക്ക് എന്നൊക്കെ പറയാം. ഓരോരുത്തരും അവരവരുടെ വകുല്ല ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ എന്ന് ഖുറാനില്ലേ, ഓരോ കക്ഷിയും അവരുടെ പക്കലുള്ളതിനെ കുറിച്ച് സന്തുഷ്ടരാകുന്നു, സന്തോഷിക്കുന്നു എന്നൊക്കെയാണ്. നേരെ ചൊവ്വേ അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ചു തന്ന ആ മാർഗദർശനത്തിലൂടെ ജീവിക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം. നമ്മൾ ആലോചിച്ച് നോക്കാം, ഹജ്ജിന്റെ സീസണാണല്ലോ ഇപ്പൊ. എത്രയോ ആളുകൾ അവിടെ ചെന്നതിന് ശേഷം ഖുദു എന്നീ മനാസിക്കക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, എന്നിൽ നിന്നും നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങളെ നിങ്ങൾ സ്വീകരിക്കുക. അപ്പൊ റസൂൽ എന്ത് കാണിച്ചെന്നോ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ മക്കത്ത് പോയാൽ ആൾക്കാർ ചെയ്യുന്നതോ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ചെയ്യുന്നു. എല്ലാ വിഭാഗവും അല്ല കേട്ടോ, ഒരുപാട് ആളുകൾ അത് തങ്ങന്മാര് പറഞ്ഞിട്ടാണ്, ഉസ്താക്കന്മാര് പറഞ്ഞിട്ടാണ്, അവരങ്ങനെ ചെയ്തിട്ടാണ്. ചിലപ്പോ അവിടെ കാണിക്കുന്ന ആൾക്കാർ ആരെങ്കിലും കില്ല പിടിച്ച് എന്തെങ്കിലും കാണിച്ചാൽ അപ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ അതുപോലെ കാണിക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ എപ്പോഴും പറയാനുള്ളത്, കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. റസൂൽ എന്തൊക്കെ ചെയ്തു, ഒന്നിന് പിറകെ ഒന്നായിട്ട് റസൂൽ ചെയ്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ഉംറ ചെയ്യാന്നൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. പക്ഷെ എന്തോരം ആളുകൾ ഉംറ ചെയ്ത് ക്ഷീണിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ പോയിട്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഇതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. എന്നാൽ അള്ളാഹ് പറയുന്നത് ഒരു സമൂഹം, വമിമ്മൻ ഖലഖ്നാ ഉമ്മത്തുൻ, നാം സൃഷ്ടിച്ചതിൽ നിന്ന് ഒരു സമൂഹം, യഹ്ദൂന ബിൽ ഹഖ്, സത്യത്തിലേക്ക് നയിക്കുന്നവരാണ്. വബിഹി യഅദിലൂൻ, അതനുസരിച്ച് തന്നെ അവര് നീതി പ്രവർത്തിക്കുന്നവരുമാണെന്നാണ്. അപ്പൊ സത്യത്തിലേക്ക് ക്ഷണിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ സമൂഹത്തിൽ പെടാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആൾക്കൂട്ടമല്ല. ഒരുപാട് സമൂഹം, ഇപ്പൊ ഇവിടുത്തെ ഓരോ ജീവജന്തുക്കളെ കുറിച്ചും പക്ഷികളെ കുറിച്ചൊക്കെ അള്ളാഹ് പറയുമ്പോൾ അതൊരു സമൂഹമാണ്, ഒരു കുടുംബമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കുറിച്ചും അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, നിങ്ങളൊരു സമൂഹമാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കണം ആ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും ആ കമ്മ്യൂണിറ്റി ഏത് വിധത്തിലായിരിക്കണം എന്നുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലുണ്ടല്ലോ, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണേ, വമിൻ ദുർരിയ്യത്തിന, ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നിന്ന് ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കണേ എന്നാണ്. വ അരിന മനാസിക്കന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ കാണിച്ചു തരണേന്നാണ്. ആ ഇതാണ് ഖുദു എന്നീ മനാസിക്കക്കും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ ആരാധനാ കർമ്മങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നിൽ നിന്നാണ്. അപ്പൊ എങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നെറ്റ് പെട്ടെന്ന് പോയതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ വിധത്തിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുക. ഒരു ഉമ്മത്ത് മാത്രമാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇരിക്കുന്നുള്ളത്. അവര് നീതി കൂടി പ്രവർത്തിക്കുന്നവരായിരിക്കും, നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. പിന്നെ സാധാരണഗതിയിൽ നമ്മള് പൂർവ്വകാല സമൂഹത്തിന്റെ ചരിത്രം പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കാരണവന്മാരൊക്കെ അങ്ങനെയായിരുന്നില്ലേ, ഞങ്ങളുടെ വല്യപ്പന്മാർ അങ്ങനെയായിരുന്നില്ലേ എന്നാ ചോദിക്കുക. ഖുർആൻ അതിന് ശരിക്കും അൽബഖറയിൽ തന്നെ 2 പേജിലായിട്ട് ഒരേ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. തിൽക ഉമ്മത്തുൻ, അതൊരു സമൂഹം, ഖദ് ഖലത്, അത് കഴിഞ്ഞു പോയി, ലഹാ മാ കസബത്, ആ സമൂഹം എന്താണോ പ്രവർത്തിച്ച് സമ്പാദിച്ചത് അത് അവർക്കുണ്ട്, വലക്കും മാ കസബത്തും, നിങ്ങൾ എന്താണോ പ്രവർത്തിച്ച് സമ്പാദിക്കുന്നത് അത് നിങ്ങൾക്കുണ്ട്.
വലാ തുസ്അലൂന അമ്മാ കാനൂ യഅമലൂൻ. അവര് പ്രവർത്തിച്ചതിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല എന്നാണ്. നമ്മൾ പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് നമ്മളോട് ചോദിക്കുക. നമ്മളോട് അള്ളാഹ് പറഞ്ഞത് എന്താ? ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാനാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ വിശുദ്ധ ഖുർആന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഖുർആനും ഹദീസും അനുസരിച്ചാണ് നമ്മളോട് ജീവിക്കാൻ പറഞ്ഞതെങ്കിൽ പൂർവ്വ സമൂഹങ്ങളെ നോക്കിയിട്ടല്ല. അവിടെ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളും റസൂലിന്റെ ചര്യകളുമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. അല്ലാതെ എന്റെ പൂർവികർ എന്ത് ചെയ്തു എന്നതല്ല. എന്റെ പൂർവികർ തെറ്റാണ് ചെയ്തത് എങ്കിൽ അവരോട് പടച്ച തമ്പുരാൻ അതിനെക്കുറിച്ച് ചോദിച്ചോളും. അവരെ കുറിച്ച് ചോദിക്കുന്ന കാര്യം നമ്മളോട് ചോദിക്കൂല. ആ സമൂഹം കഴിഞ്ഞു പോയി. അവരെന്താണോ പ്രവർത്തിച്ചത് അവർക്കത് കിട്ടും. നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. അവരെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല എന്നാണ് അൽ ബഖറയിലെ 134 ആയത്തിൽ അള്ളാഹു പറയണത്. 134 143 അല്ല 134 ആയത്തിലും 141 ആയത്തിലും അത് തന്നെ ഒരേ ആയത്താണ് കേട്ടോ ഇത് രണ്ടും. അപ്പോ ആ വിധത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നും കൂടി അള്ളാഹു പറയുന്നുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത്വ. നിങ്ങളെ ഞാൻ ആക്കിയിരിക്കുന്നത് ഒരു മധ്യമ സമൂഹമായിട്ടാണ്. ലിതകൂനു ശുഹദാഅ അലന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകണമെന്നാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ. റസൂല് നിങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. അപ്പോ നമ്മളെ അള്ളാഹു ഒരു മധ്യമ സമൂഹമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ജനങ്ങൾക്ക് സാക്ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ആർഭാടങ്ങൾ കാണിക്കാൻ പാടില്ല, അമിതമായ ആഘോഷങ്ങൾ പാടില്ല. നമ്മൾ നമ്മളെ കുറിച്ച് തിരിച്ചറിവില്ലാതെ ഈ ദുനിയാവിനെ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാകരുത്. ഇതോ എങ്ങനെയാണോ റസൂല് നമുക്ക് സാക്ഷിയായിട്ടുള്ളത്, റസൂൽ എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് സാക്ഷികളാകണമെന്നാണ്. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തായാലും എന്നിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളും എന്ന ഒരു ബോധ്യം ഉണ്ടാവണല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. ആ വിധത്തിൽ അവർക്ക് തെറ്റായ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ തെറ്റായ വിധത്തിൽ പാഠം ഉൾക്കൊള്ളാൻ വിധത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിലൊരു പ്രതിയാനായിരിക്കും. അതേസമയം അള്ളാഹ് പറഞ്ഞതുപോലെ മധ്യമമായ ഒരു സമൂഹമായിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത്. നിങ്ങൾ മറ്റുള്ളവർക്ക് സാക്ഷികളാകണം. ആ വിധത്തില് സാക്ഷികളാകാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആരൊക്കെ നമ്മളെ കണ്ടിട്ട് നമ്മുടെ മാർഗത്തിലൂടെ വരണോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഗുണഫലങ്ങൾ നമുക്ക് കൂടെ കിട്ടും. മധ്യമ സമൂഹം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ ഭയങ്കര ആഘോഷത്തിലേക്കും ആർഭാടത്തിലേക്കും പോകരുത്. നമ്മൾ ഒരിക്കലും പിശുക്കിലേക്കും ബാക്കി കാര്യത്തിലേക്കും പോകരുത്. ഒരു കാര്യത്തിലും അമിതമാകണ്ട. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ അമിതമായിട്ട് ദീനിന്റെ അങ്ങേയറ്റം അതിനപ്പുറം മറികടക്കുന്ന അങ്ങനത്തെ പറഞ്ഞിട്ടില്ല. തീരെ ചെയ്യാതെയും പഠിക്കാതെയും മനസ്സിലാക്കാതെയും ജീവിക്കാനും പറഞ്ഞിട്ടില്ല. എല്ലാത്തിലും ഒരു മിതത്വം ഉണ്ട്. ആ മിതത്തിൽ ചിലര് കണ്ട മതത്തിൽ പോലും അതിര് കവിയും, ജീവിതത്തിൽ അതിര് കവിയുന്നവരുണ്ട്, സംസാരത്തിൽ അതിര് കവിയുന്നവരുണ്ട്, പ്രവർത്തനങ്ങളിൽ അതിര് കവിയുന്നവരുണ്ട്, ഭക്ഷണത്തിൽ അതിര് കവിയുന്നവരുണ്ട്, ആർഭാടങ്ങളിൽ അതിര് കവിയുന്നവരുണ്ട്. ഒന്നിലും പാടില്ല എന്നാണ്. നിങ്ങളെ ഞാൻ മധ്യമ സമൂഹമായിട്ടാണ് പറഞ്ഞാൽ ആ മധ്യത്തിൽ ഇങ്ങനെ നിൽക്കണം. അങ്ങോട്ടും പോകാൻ പാടില്ല, ഇങ്ങോട്ട് ഇറങ്ങാനും പാടില്ല. അതിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ ആരാ ശ്രമിക്കേണ്ടത്? നമ്മളാ ശ്രമിക്കേണ്ടത്. എന്നിട്ട് നീതിപൂർവ്വം പ്രവർത്തിക്കണം എന്നാണ്. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നീതി പാലിക്കാൻ സാധിക്കും. അതിര് വിടുന്നിടത്ത് എവിടെയും നീതി ഉണ്ടാവില്ല. അള്ളാഹുവാണ് ഏറ്റവും വലിയ നീതിമാൻ. വിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് നീതി. പരലോകം എന്നത് ഏറ്റവും വലിയ നീതിയുടെ ലോകമാണ്. ആ നീതിയുടെ എല്ലാ തലങ്ങളും ഈ ദുനിയാവിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. എന്തായാലും പഠിച്ച തമ്പുരാൻ അവന്റെ നിയമനിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ ഇഷ്ട താല്പര്യങ്ങൾക്കുമൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സത്യസന്ധമായ വിധത്തിൽ ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിന്റെ മാർഗദർശനത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാനും കൂടുതൽ കൂടുതൽ അറിവ് സ്വായത്തമാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് സ്വർഗത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടായി മാറാനുള്ള ഒരവസരവും ഒക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങൾ, പാപങ്ങളൊക്കെ ചെയ്തു പോകുന്നവരാണ് നമ്മൾ. പടച്ച തമ്പുരാന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ട് മാത്രമാണ് പരലോകത്ത് നമുക്ക് രക്ഷാമാർഗം തുറന്നു കിട്ടുന്നത്. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ അള്ളാഹു പുറത്തു തരാനും
നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാകാനും പാരിത്രിക ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കാനും പരമദയാലുവായ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ളാഹുവിന്റെ അതിഥികളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവർക്ക് എല്ലാ വിധത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ എത്താനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കർമ്മങ്ങൾ ചെയ്യാനും ആ കർമ്മങ്ങളിലൂടെ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടാനും പടച്ച തമ്പുരാന്റെ അടുക്കൽ അവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാനും സന്തോഷത്തോടെ സംതൃപ്തിയോടെ സമാധാനത്തോടെ തിരിച്ചു വരാനും ഒക്കെ അള്ളാഹു അവർക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. കാലവിപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇത്രയും ദിവസങ്ങൾ അതിശക്തമായ ചൂടിന്റെ അങ്ങേയറ്റത്തെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നെങ്കിൽ മഴ പെയ്തതോടുകൂടി മഴയുടേതായിട്ടുള്ള പ്രയാസങ്ങളാണ്. കാലം അള്ളാഹുവിൻ്റെതാണ്. എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, കാലത്തെ ശപിക്കരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം കാലം അള്ളാഹുവിൻ്റെതാണ്. അതിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും നമ്മളുണ്ടാക്കിയതാണ്. അതിശക്തമായ ചൂടിന്റെ പ്രതിസന്ധി നമ്മളുണ്ടാക്കിയതാണ്. വെള്ളക്കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മുടെ അശാസ്ത്രീയത കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് തന്നെ കാലത്തെ പഴിക്കരുത്. അള്ളാഹു മഴയെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അത് കാരുണ്യമാണ്, അനുഗ്രഹമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറൊരു വിധത്തിൽ നമുക്ക് കെടുതിയാകുന്നുവെങ്കിൽ എവിടേക്കെയോ നമ്മുടെ ഇടപെടലുകൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. കാലവിപത്തുകളിൽ നിന്ന് അത്തരത്തിലുള്ള നമ്മുടെ കെടുതികൾ കൊണ്ടുവരുന്ന അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഒക്കെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിഷമിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട്. പടച്ച തമ്പുരാൻ അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും ഒക്കെ നൽകി സമാധാനപൂർണമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിലക്കും പടച്ച തമ്പുരാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. കാരുണ്യത്തോടുകൂടി നമ്മളോട് ഇടപെടുന്ന നല്ല ഭരണാധികാരികളെയും അള്ളാഹു നമുക്ക് നൽകട്ടെ. അതിക്രമകാരികളായിട്ടുള്ള ഭരണാധികാരികൾ ഞങ്ങളുടെ മേധാവികളും ഞങ്ങളുടെ സുൽത്താനുമാരുമായി തീരാതിരിക്കാൻ അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا أرحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله.